ഹൈദരാബാദിൽ അടുത്തിടെ ഒരു ദമ്പതികൾക്ക് ഏകദേശം 2 കോടിയോളം രൂപ നഷ്ടപ്പെട്ട ഒരു വലിയ തട്ടിപ്പിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തരം തട്ടിപ്പാണിത്. ഇതിൽ തങ്ങൾ നാഷണൽ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ, പിന്നെ CBI എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരാണെന്നും പറഞ്ഞാണ് തട്ടിപ്പുകാർ ഇവരെ സമീപിച്ചത്. അപ്പോൾ ഇവിടെ ഉയർന്നൊരു പ്രധാന ചോദ്യമുണ്ട്. ഇത്തരം ചതിക്കുഴികളിൽ ആളുകൾ വീണുപോകുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? അത് സാങ്കേതിക വിദ്യയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചുമുള്ള അറിവില്ലായ്മയാണോ, അതോ ഈ തട്ടിപ്പുകാർ വളരെ വിദഗ്ധമായി ഉപയോഗിക്കുന്ന മനഃശാസ്ത്രപരമായ തന്ത്രങ്ങളാണോ? എന്റെ അഭിപ്രായത്തിൽ ഇതിന്റെ ശരിക്കുള്ള അടിത്തറ സൈക്കോളജിയാണ്. എത്ര വലിയ അറിവുള്ള ആളാണെങ്കിൽ പോലും ചിലപ്പോൾ ഇതിൽ വീണുപോകാം. അതാണ് അതിലെ ഒരു കളി. എന്നാൽ ഞാൻ അതിനെ കാണുന്നത് കുറച്ചുകൂടി ഭിന്നമായ ഒരു രീതിയിലാണ്. നിങ്ങൾ ഈ പറയുന്ന സൈക്കോളജിക്കൽ തന്ത്രങ്ങൾ ഫലിക്കണമെങ്കിൽ ഇരയുടെ ഭാഗത്ത് ചില വിടവുകൾ വേണം. ഡിജിറ്റൽ ലോകത്തെക്കുറിച്ചും നമ്മുടെ നിയമവ്യവസ്ഥയെക്കുറിച്ചുമുള്ള ഒരു അടിസ്ഥാന ധാരണ കുറവാണ് ആ വിടവുകൾ ഉണ്ടാക്കുന്നത്. അതാണ് യഥാർത്ഥ കാരണം എന്നാണ് എന്റെ വാദം. ഓക്കെ, എന്റെ നിലപാട് ഞാനൊന്ന് വിശദീകരിക്കാം. ഇതൊരു ടെക്നിക്കൽ തട്ടിപ്പാണെന്ന് നമുക്ക് പുറമേക്ക് തോന്നാം. പക്ഷേ ഇതിന്റെ ഓരോ ഘട്ടവും അത് മനുഷ്യന്റെ മനസ്സിനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. തട്ടിപ്പുകാർ ആദ്യം തന്നെ ഉപയോഗിച്ചത് അതോറിറ്റി ബയാസ് എന്നൊരു മനഃശാസ്ത്രപരമായൊരു തത്വമാണ്. അതായത്, അധികാരികളെന്ന് കേൾക്കുമ്പോൾ നമ്മൾ അവരെ അത്ര പെട്ടെന്ന് ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ ശ്രമിക്കും. ഇവിടെ നോക്കൂ, നാഷണൽ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ, അതായത് I4C, ഇന്ത്യയിലെ എല്ലാ സൈബർ ക്രൈം റിപ്പോർട്ടുകളും ഏകോപിപ്പിക്കുന്ന ഒരു കേന്ദ്ര ഏജൻസിയാണ്. അപ്പോൾ അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആരുമൊന്ന് ഭയക്കും. അതിനു പിന്നാലെയാണ് CBIയുടെ പേരും വരുന്നത്. ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഇത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഭയമെന്ന വികാരത്തെ അവർ പതുക്കെ പതുക്കെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. ആദ്യമൊരു ചെറിയ കേസ്, പിന്നെ അത് അന്താരാഷ്ട്ര സ്ത്രീക്കടത്ത് പോലുള്ള ഒരു ഭീകരമായ ഒന്നായി മാറുന്നു. 90 ദിവസത്തെ ജയിൽവാസം എന്നൊക്കെ ഒരു വ്യാജ CBI ഉദ്യോഗസ്ഥൻ വീഡിയോ കോളിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നതോടെ അവരുടെ സമനില തെറ്റാൻ തുടങ്ങിയിരിക്കും. അപ്പോഴാണ് അവർ അവസാനത്തെ ആയുധം പ്രയോഗിക്കുന്നത്, ഡിജിറ്റൽ അറസ്റ്റ്. അതായത്, അവരെ വീട്ടിൽ തന്നെ തളച്ചിടുക, പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും മുറിച്ചുമാറ്റുക. ഇതോടെ അവർ പൂർണ്ണമായും ഒറ്റപ്പെടുന്നു. തട്ടിപ്പുകാർ പറയുന്ന നുണകൾ മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക സത്യം. ഇതൊരു സാധാരണ തട്ടിപ്പല്ല. ഭയം, ഒറ്റപ്പെടൽ, വ്യാജ അധികാരം എന്നിവയെല്ലാം ചേർത്തുരുക്കിയ ഒരുതരം മാനസിക യുദ്ധമാണ്. നിങ്ങൾ പറഞ്ഞ ആ മാനസിക യുദ്ധം എന്ന പ്രയോഗം, അത് ശരിയാണ്. അതൊരു കെണി തന്നെയായിരുന്നു എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ എല്ലാ കെണിക്കും ഒരു വാതിൽ ആവശ്യമാണ്, അല്ലേ? ഇവിടെ ആ വാതിൽ തുറന്നുകൊടുത്തത് അവരുടെ അറിവില്ലായ്മയാണ്. നമുക്ക് തുടക്കം മുതലെടുക്കാം. ആദ്യത്തെ ഫോൺ കോൾ വരുന്നു. മറുതലയ്ക്കൽ നിന്ന് ഒരാൾ ഒരു ഔദ്യോഗിക ഏജൻസിയിൽ നിന്നാണെന്ന് പറഞ്ഞ് ആധാർ വിവരങ്ങൾ ചോദിക്കുന്നു. ഇവിടെയാണ് ആദ്യത്തെ റെഡ് ഫ്ലാഗ് വരേണ്ടത്. ഒരു സർക്കാർ ഏജൻസിയും, അത് CBI ആയാലും പോലീസായാലും, ഫോണിലൂടെ വിളിച്ച് ഇത്തരത്തിൽ വ്യക്തിപരമായ വിവരങ്ങൾ ആവശ്യപ്പെടില്ല എന്ന ഒരു അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരതയുണ്ടായിരുന്നെങ്കിൽ ആ കോൾ അപ്പോൾ തന്നെ കട്ട് ചെയ്യാമായിരുന്നു, തട്ടിപ്പ് അവിടെ തീരുമായിരുന്നു. പിന്നെയാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന ആശയം. നമ്മുടെ രാജ്യത്ത് നിയമപരമായി ഇല്ലാത്ത ഒരു കാര്യമാണിത്. ഒരു വാറണ്ടോ ഔദ്യോഗിക അറിയിപ്പോ ഇല്ലാതെ ഒരാളെ വീട്ടിൽ തടവിൽ വെക്കാൻ ആർക്കും സാധിക്കില്ല. ഈ നിയമപരമായ നടപടിക്രമങ്ങളെക്കുറിച്ചൊരു ധാരണയില്ലാത്തതുകൊണ്ടാണ് അവർ അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചത്. പിന്നെ ഏറ്റവും വലിയ അബദ്ധം ആ പണം കൈമാറിയതാണ്. പരിശോധനയ്ക്കു വേണ്ടി 1.83 കോടി രൂപ പല സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു സംശയവും തോന്നിയില്ല എന്നത്. അത് സാമ്പത്തിക സാക്ഷരതയുടെ അഭാവമാണ് കാണിക്കുന്നത്. ഒരു സർക്കാർ ഏജൻസിയും പണം വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ പറയില്ല. അതുകൊണ്ട് മനഃശാസ്ത്രപരമായ സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് സത്യം. പക്ഷേ ആ സമ്മർദ്ദത്തിൽ വീണുപോകാൻ കാരണം ഞാൻ ഈ പറഞ്ഞ അറിവില്ലായ്മകളാണ്. നിങ്ങൾ ജാഗ്രതയെയും അറിവിനെയും കുറിച്ച് പറയുന്നു. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം. CBI, അന്താരാഷ്ട്ര സ്ത്രീക്കടത്ത്, ജയിൽവാസം, ഈ വാക്കുകൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ തലച്ചോറിൽ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. അതിനെ കോഗ്നിറ്റീവ് ടണലിംഗ് എന്ന് പറയും. അതായത്, ആ ഭീഷണിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റെല്ലാ യുക്തിപരമായ വഴികളും അവർക്ക് കാണാൻ കഴിയാതെ വരുന്നു. അവരുടെ ലോകം ആ ഭീഷണിയിലേക്ക് മാത്രമായിട്ടങ്ങ് ചുരുങ്ങുന്നു. ആ സമയത്ത് ഒരു അഭിഭാഷകനെ വിളിക്കാനോ ഗൂഗിളിൽ തിരയാനോ പോലീസിൽ അറിയിക്കാനുള്ള ചിന്ത പോലും വരില്ല. ഒരു മിനിറ്റ്, നിങ്ങൾ പറയുന്ന കോഗ്നിറ്റീവ് ടണലിംഗ് ഒക്കെ ശരിയായിരിക്കാം.
ചിന്താശേഷി മരവിച്ചാലും ഒരു അപകടം വരുമ്പോൾ സഹായം തേടുക എന്നൊരു അടിസ്ഥാന സ്വഭാവം മനുഷ്യർക്കില്ലേ? എന്തുകൊണ്ട് അവരൊരു സുഹൃത്തിനെയോ ബന്ധുവിനെയോ അല്ലെങ്കിൽ ഒരു അഭിഭാഷകനെയോ വിളിച്ചില്ല? അതാണെന്റെ ചോദ്യം. അത് നല്ല ചോദ്യമാണ്. അവിടെയാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന തന്ത്രം വിജയിക്കുന്നത്. തട്ടിപ്പുകാർ അവരെ കൃത്യമായി ഒറ്റപ്പെടുത്തി. പുറത്താരോടെങ്കിലും സംസാരിച്ചാൽ കേസ് കൂടുതൽ വഷളാകും, നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതോടെ അവർക്ക് പുറത്തേക്ക് വിളിക്കാൻ പേടിയായി. തങ്ങൾ ചെയ്യുന്ന ഓരോ നീക്കവും ആരോ കാണുന്നുണ്ടെന്ന ഒരു തരം തോന്നൽ അവരിലുണ്ടാക്കി. അവരുടെ വീട് തന്നെ ഒരു ജയിലായി മാറി. ആ ജയിലിനകത്ത് തട്ടിപ്പുകാർ മാത്രമായിരുന്നു അവരോട് സംസാരിക്കാനുണ്ടായിരുന്നത്. ആ ഒറ്റപ്പെടലാണ് അവരുടെ പ്രതിരോധശേഷി മുഴുവൻ തകർത്തത്. ശരിയാണ്, ഒറ്റപ്പെടുത്തൽ ഒരു പ്രധാന ഘടകമാണ്. പക്ഷേ തട്ടിപ്പുകാർ പറയുന്നതെന്തും വിശ്വസിക്കുന്നൊരവസ്ഥയിലേക്ക് എത്താൻ കാരണം എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ളൊരു അളവുകോൽ അവരുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. ഉദാഹരണത്തിന്, പോലീസോ CBIയോ ഒരാളെ ചോദ്യം ചെയ്യണമെങ്കിൽ ഒരു ഔദ്യോഗിക നോട്ടീസ് നൽകും, അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. അല്ലാതെ സ്കൈപ്പ് കോളിലൂടെ വീട്ടിലിരിക്കാൻ ആജ്ഞാപിക്കുകയല്ല ചെയ്യുന്നത്. ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് ചെറിയൊരു ധാരണയുണ്ടായിരുന്നെങ്കിൽ തട്ടിപ്പുകാർ പറയുന്ന കാര്യങ്ങളിലെ പൊരുത്തക്കേടുകൾ അവർക്ക് മനസ്സിലാകുമായിരുന്നു. ഇതെന്താ ഇങ്ങനെ? CBI ഇങ്ങനെയാണോ പെരുമാറുക എന്നൊരു ചോദ്യം അവരുടെ ഉള്ളിൽ വരുമായിരുന്നു. ആ ചോദ്യം വരാതിരുന്നതുകൊണ്ടാണ് അവർ പൂർണ്ണമായും ആ കെണിയിലകപ്പെട്ടത്. ണമെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ സ്വസ്ഥമായൊരു മനസ്സ് വേണം. തട്ടിപ്പുകാർ അത് കൊടുത്തില്ല. അവർ തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങൾ, ഭീഷണികൾ. ഒരു തീരുമാനമെടുക്കാൻ പോലും സമയം കൊടുക്കാതെ അവരെ മാനസികമായി തളർത്തുകയായിരുന്നു ലക്ഷ്യം. ഇത് വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണ്. പണം കൈമാറുന്ന കാര്യത്തിൽ പോലും നോക്കൂ. അത് പരിശോധനയ്ക്ക് ശേഷം തിരികെ തരുമെന്നൊരു വ്യാജ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആ ഭീകരമായ അവസ്ഥയിൽ അതൊരു ചെറിയ കച്ചുത്തുരുമ്പാണ്. ആ പ്രതീക്ഷയിൽ പിടിച്ചാണ് അവർ പണം അയക്കുന്നത്. അതൊരു സാമ്പത്തിക തീരുമാനമല്ല, അതൊരു അതിജീവനത്തിനുള്ള ശ്രമമാണ്. അതിജീവനത്തിനുള്ള ശ്രമം എന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ 1.83 കോടി രൂപ, അത്രയും വലിയൊരു തുക കൈമാറുമ്പോൾ സാമാന്യ ബുദ്ധി പ്രവർത്തിക്കേണ്ടതല്ലേ? ഒരു സർക്കാർ ഏജൻസിക്ക് പണം നൽകുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ മാർഗങ്ങളുണ്ട്. അല്ലാതെ ഷോലാപ്പൂറിലുള്ള ഏതോ ലക്ഷ്മൺ ഹനുമാന്റെ അക്കൗണ്ടിലേക്കല്ല അയക്കേണ്ടത്. ഇവിടെയാണ് ഈ മ്യൂൾ അക്കൗണ്ടുകളുടെ പ്രസക്തി വരുന്നത്. അതായത് ചെറിയ കമ്മീഷൻ വാങ്ങി സ്വന്തം ബാങ്ക് അക്കൗണ്ട് തട്ടിപ്പുകാർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്ന ആളുകളാണിത്. പണം പല സാധാരണക്കാരുടെ അക്കൗണ്ടുകളിലൂടെ പലതവണ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഉറവിടം കണ്ടെത്തുന്നത് പോലീസിന് ദുഷ്കരമാകും. ഈ തട്ടിപ്പിന്റെ രീതിയെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നെങ്കിൽ ഒരു വ്യക്തിഗത അക്കൗണ്ടിലേക്ക് പണമയക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അവർക്ക് അപകടം മണക്കാമായിരുന്നു. പക്ഷേ ആ സമയത്ത് അതൊരു വ്യക്തിഗത അക്കൗണ്ടാണോ സർക്കാർ അക്കൗണ്ടാണോ എന്നൊന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല അവർ. തട്ടിപ്പുകാർ പറയുന്ന നിർദ്ദേശങ്ങൾ ഒരു യാന്ത്രികമായി പാലിക്കുക എന്നതിലേക്ക് അവരുടെ മനസ്സെത്തിയിട്ടുണ്ടാവും. അവരൊരു തരം ട്രാൻസ് അവസ്ഥയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തട്ടിപ്പുകാർ ഒരു തിരക്കഥയുണ്ടാക്കി ആ തിരക്കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായി ഈ ദമ്പതികളെ മാറ്റുകയായിരുന്നു. ഓരോ സംഭാഷണവും ഓരോ ഭീഷണിയും ആ തിരക്കഥയുടെ ഭാഗമായിരുന്നു. അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എത്ര മികച്ച തിരക്കഥയാണെങ്കിലും അതിൽ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പ്രേക്ഷകൻ സംശയം തോന്നും. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കേണ്ടിയിരുന്നത്. ഫോണിലൂടെയുള്ള CBI വിചാരണ, ഡിജിറ്റൽ അറസ്റ്റ്, പരിശോധനയ്ക്കായി കോടികൾ കൈമാറൽ, ഇതെല്ലാം യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഈ ദമ്പതികൾ ആ തിരക്കഥയിലെ കഥാപാത്രങ്ങളായി മാറിയത്. ഡിജിറ്റൽ ലോകത്ത് എങ്ങനെ സുരക്ഷിതമായിരിക്കാം, നമ്മുടെ നിയമസംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവ് ഒരു പ്രതിരോധ കവചം പോലെയാണ്. ആ കവചമില്ലാത്തതുകൊണ്ടാണ് തട്ടിപ്പുകാരുടെ മനഃശാസ്ത്രപരമായ ആയുധങ്ങൾ അവർക്ക് നേരെ ഫലിച്ചത്. ആ കവചം എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാകണമെന്നില്ല. മാത്രമല്ല, ഏറ്റവും ശക്തമായ കവചത്തെപ്പോലും തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ തട്ടിപ്പുകാരുടെ കയ്യിലുണ്ട്. ഉദാഹരണത്തിന്, ഈ ദമ്പതികൾക്ക് സംശയം തോന്നിയത് എപ്പോഴാണ്? അവരുടെ ഭൂമിയുടെയും സ്വർണത്തിന്റെയും വിവരങ്ങൾ ചോദിച്ചപ്പോൾ. അത്രയും നേരം അവർ വിശ്വസിച്ചത് ഇത് തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ളൊരു നടപടിക്രമത്തിന്റെ ഭാഗമാണെന്നാണ്. പണം തിരികെ കിട്ടുമല്ലോ. പക്ഷെ ഭൂമിയുടെ കാര്യം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് വെറും പണത്തിന്റെ പ്രശ്നമല്ല, തങ്ങളുടെ എല്ലാ സമ്പാദ്യവും തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്ന്. ആ ഒരു നിമിഷത്തിലാണ് അവരുടെ മനസ്സിലെ ആ ട്രാൻസ് അവസ്ഥ മാറിയത്.
പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. നിങ്ങൾ പറഞ്ഞ ആ പോയിന്റ് വളരെ പ്രധാനമാണ്. ഭൂമിയുടെ കാര്യം ചോദിച്ചപ്പോൾ അവർക്ക് സംശയം തോന്നി. എന്തുകൊണ്ട്? കാരണം ഭൂമി ഇടപാട് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അവർക്ക് പ്രായോഗികമായ അറിവുണ്ട്. അതിന് രജിസ്ട്രേഷൻ വേണം, രേഖകൾ വേണം എന്നൊക്കെ അറിയാം. എന്നാൽ ഓൺലൈൻ പണമിടപാടിന്റെയും സൈബർ നിയമങ്ങളുടെയും കാര്യത്തിൽ ആ പ്രായോഗിക അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കോടികൾ കൈമാറിയപ്പോൾ തോന്നാത്ത സംശയം ഭൂമിയുടെ കാര്യം വന്നപ്പോൾ തോന്നിയത്. ഇത് വ്യക്തമാക്കുന്നത് ഏത് വിഷയത്തിലാണോ നമുക്ക് അറിവില്ലാത്തത് ആ മേഖലയിലായിരിക്കും നമ്മൾ കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയെന്നാണ്. ഇവിടെ അത് ഡിജിറ്റൽ, നിയമ, സാമ്പത്തിക മേഖലകളായിരുന്നു. ഞാൻ ഇപ്പോഴും കരുതുന്നത് ഈ ചർച്ച നമ്മളെക്കൊണ്ടെത്തിക്കുന്നത് ഒരു പ്രധാന തിരിച്ചറിവിലേക്കാണ്. ഡിജിറ്റൽ തട്ടിപ്പുകൾ കേവലം സാങ്കേതിക പിഴവുകളുടെ ഫലം മാത്രമല്ല, അത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ വികാരങ്ങളെ, പ്രത്യേകിച്ച് ഭയത്തെ, ചൂഷണം ചെയ്യുന്ന മനഃശാസ്ത്രപരമായ യുദ്ധങ്ങളാണ്. ഭയവും ഒറ്റപ്പെടലും ഒരു വ്യക്തിയുടെ യുക്തിസഹമായി ചിന്തിക്കാനുള്ള കഴിവിനെ എത്രത്തോളം ദുർബലമാക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. അതുകൊണ്ട് പ്രതിരോധമെന്നത് ശക്തമായ പാസ്വേഡുകളിലോ ആന്റിവൈറസിലോ മാത്രം ഒതുങ്ങുന്നില്ല. അത് നമ്മുടെ മനസ്സിനെ കൂടി ബലപ്പെടുത്തുന്നതിലാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു. അതോടൊപ്പം ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോൾ നിരന്തരമായ ജാഗ്രതയും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള മനസ്സും അത്യാവശ്യമാണ്. സാങ്കേതികവും നിയമപരവും സാമ്പത്തികവുമായ അടിസ്ഥാന കാര്യങ്ങളിൽ നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. തട്ടിപ്പുകാർ നമ്മുടെ മനഃശാസ്ത്രത്തെ ആയുധമാക്കുമ്പോൾ നമ്മൾ അറിവും വിവേകവും ഉപയോഗിച്ച് പ്രതിരോധിക്കണം. മനഃശാസ്ത്രപരമായ ഗണികളെ തിരിച്ചറിയാനും അറിവുപയോഗിച്ച് അതിൽ നിന്ന് പുറത്തുകടക്കാനും നമുക്ക് കഴിയണം. തീർച്ചയായും. ഒരു വശത്ത് തട്ടിപ്പുകാരുടെ അതിവിദഗ്ധമായ മാനസിക തന്ത്രങ്ങൾ, മറുവശത്ത് അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ അറിവിന്റെയും ജാഗ്രതയുടെയും പ്രാധാന്യം. ഈ രണ്ട് ഘടകങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇത്തരം തട്ടിപ്പുകൾ വിജയിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇതിലേതിനാണ് കൂടുതൽ പങ്ക് എന്നത് അതിനിയും ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. അതെ, ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്. തട്ടിപ്പുകാരുടെ തന്ത്രങ്ങളെക്കുറിച്ചും അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ അറിവിനെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ ഈ സംഭവം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ചർച്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ദി ഓപ്പൺ മൈക്ക് podcast@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം.